ആധുനിക ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ ഡോക്ടർ PG വർഗീസുമായിട്ടുള്ള അഭിമുഖം നാം വീണ്ടും ഇവിടെ തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ 45 വർഷക്കാലത്തെ ത്യാഗനിർഭരമായ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ പ്രാരംഭ നാളുകളെക്കുറിച്ച് കേൾക്കുവാനായിട്ട് നമ്മൾക്കിടയായി. തുടർന്നും ട്രംപറ്റ് TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിയ PG അങ്കിൾ നമ്മോട് സംസാരിക്കുകയാണ്. നാം ഇതുവരെയും അങ്ങയുടെ സുവിശേഷ വേലയുടെ ആദ്യകാലത്തെക്കുറിച്ചായിരുന്നുവല്ലോ സംസാരിച്ചു കൊണ്ടിരുന്നത്. ട്രാക്റ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് അങ്ങ് സംസാരിക്കുകയുണ്ടായി. ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനായിരുന്ന സമയത്ത് എൻ്റെ ഗുരുവായിരുന്ന ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലീത്തായുടെ കൂട്ടത്തിൽ കേരളത്തിൽ അനേക സ്ഥലങ്ങളിൽ ഓപ്പൺ എയർ മീറ്റിങ്ങിൽ പരസ്യയോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ വൈദികനായിരുന്ന വേളയിൽ ഒരു ട്രാക്റ്റ് പോലും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ലഘുലേഖ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സുവിശേഷകന് ലജ്ജാകരമായൊരു സംഗതിയാണെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് നടന്ന ഒരു മീറ്റിങ്ങിൽ അങ്ങ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് 100,000 പേരുള്ള ഒരു ക്രൂസൈഡിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ ഇഷ്ടം പത്താൻകോട്ട് അല്ലെങ്കിൽ ജലന്ധറിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തോളിലൊരു സഞ്ചിയും തൂക്കിയിട്ട് അതിൽ നിന്ന് ഹിന്ദി ട്രാക്റ്റുകൾ കൊടുക്കുന്നതാണ്. ഇന്നും സുവിശേഷ വേലക്കാർ പോലും ട്രാക്റ്റ് കൊടുക്കുന്നതിൽ ലജ്ജിക്കുന്നുണ്ട്. ട്രാക്റ്റ് വിതരണവും ദൈവസഭയുടെ വളർച്ചയും തമ്മിലുള്ള ബന്ധം അങ്ങയുടെ അനുഭവത്തിലൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് ട്രെയിനിങ് തന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ട്രെയിനിങ് തന്നു. കാട്ടുപ്രദേശത്ത് ജനിച്ചു, പട്ടാളത്തിൽ പോയി, കോളേജിലെ പഠിത്തം പരാജയമായി തീർന്നു. ഇതൊക്കെ ദൈവം തന്ന മത്തായി മാഞ്ഞാറാൻ്റെ കൂടെയുള്ള ഓഫീസിലെ ഇതെല്ലാം ദൈവത്തിൻ്റെ ട്രെയിനിങ് കൂടെ ആയിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉധംപൂരിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻകാരുടെ ബോയ്സ് ടീം വന്നു. ഡോക്ടർ KP യോഹന്നാൻ അന്ന് ബ്രദറാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ടീം വന്നു. അപ്പോൾ എനിക്ക് ട്രാക്റ്റ് കൊടുക്കുന്നതിനെ പറ്റി കുറച്ച് പരിശീലനം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ എവരി ഹോം ക്രൂസൈഡ് വന്നു. എനിക്ക് അതിനകത്തൂടെയും ട്രാക്റ്റ് കൊടുക്കുന്നതിൻ്റെ പരിശീലനം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ മൊബിലൈസേഷൻ്റെ ഗേൾസ് ടീം വന്നു. എൻ്റെ ഭാര്യ അന്ന് കൊച്ചു കുഞ്ഞാണ്, മോന് 11 മാസം 10 മാസം. അവനെ എടുത്തുകൊണ്ട് ഈ ഗേൾസ് ടീമിനകത്ത് പോയിട്ട് അടുത്തുള്ള വീടുകളൊക്കെ ട്രാക്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഗോസ്പൽ റെക്കോർഡിങ്സ്. ഇതൊന്നും നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ്. ഗോസ്പൽ റെക്കോർഡിങ്സ്, സുവിശേഷത്തിൻ്റെ റെക്കോർഡ് വിൽക്കുന്നവർ അവർ വന്നു. ഞാൻ അവരുടെ കൂടെയൊക്കെ ജീപ്പിനകത്തും നടന്നുമൊക്കെ പോയി. അപ്പോൾ ദൈവം എനിക്ക് ട്രെയിനിങ് തന്നു. അപ്പോൾ ഞാൻ ട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാ കേട്ടാട്ട് ഒരു ദിവസം ഞാൻ കൽക്കരി വാങ്ങിക്കാൻ പോവാണ്. കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ. അപ്പം അവന് 1 മാസമേ ആയുള്ളൂ. അപ്പോഴത്തേക്ക് നല്ല തണുപ്പാണ്. അപ്പോൾ കൽക്കരി വാങ്ങിച്ചുകൊണ്ടൊന്ന് മുറി ചൂടാക്കിയെങ്കിൽ മാത്രമേ അവൻ ജീവനോട് ഇരിക്കത്തുള്ളൂ, എങ്കിൽ ചത്തുപോകും. അപ്പം ഞാൻ പോയപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായിപ്പോയി. ഞാൻ ചെന്നിട്ട് ഇങ്ങനെ വണ്ടി നോക്കി, പട്ടാളത്തിൻ്റെ വണ്ടി, ഞാൻ പട്ടാളത്തിൻ്റെ യൂണിഫോമിലാണ്. ഒരു വണ്ടി വന്ന് കൈ കാണിക്കും, നിർത്തുന്നില്ല. അടുത്ത് വന്ന് ഒന്നും നിർത്തുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, അവർ കൽക്കരി കടക്കാർ, പട്ടാളത്തിലെ കടയാണ്, അവരടയ്ക്കുന്നതിന് മുമ്പേ അങ്ങ് ചെല്ലാൻ സഹായിക്കണം, ഒരു വണ്ടി നിർത്തണേ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയൊക്കെ പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ ഇവിടെയൊക്കെ സുവിശേഷം പറ. അപ്പോൾ എൻ്റെ എപ്പോഴും ട്രാക്റ്റ് വേണം. ട്രാക്റ്റ് ഇല്ലാതെ ഞാൻ വെളിയിൽ ഇറങ്ങത്തില്ല. പട്ടാളത്തിൽ പോകുന്നു, ഓഫീസിൽ പോകുന്നു, എവിടെ പോയാലും ട്രാക്റ്റും കൊണ്ടേ പോകത്തുള്ളൂ. അപ്പം ഞാൻ അവർക്കെല്ലാവർക്കും ട്രാക്റ്റ് കൊടുത്തു. ഞാൻ വന്ന് നിന്നിട്ടും കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞു, ദൈവമേ നീ പറഞ്ഞ്, ദൈവം പറഞ്ഞ് ഞാൻ ട്രാക്റ്റ് കൊടുക്കാനല്ല പറഞ്ഞേ, സുവിശേഷം പറയാനാണ്. പക്ഷേ എനിക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ല, ഹിന്ദി ചൊവ്വിന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അന്നേരം ഞാൻ ട്രാക്റ്റ് കൊടുത്ത ഒരു പട്ടാളക്കാരൻ എൻ്റെ ഒക്കെ വന്നു വെച്ച് ചോദിച്ചു, ഈ എഴുതിയിരിക്കുന്ന എന്തുവാന്ന് പറയണ, എനിക്ക് ഹിന്ദി വേണ്ടായോ, എനിക്ക് ചൊവ്വിന് അറിയത്തില്ല. അതിനകത്ത് എഴുതിയിരുന്നത് ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായിട്ട് വിടത്തില്ലെന്നാണ്. അപ്പോൾ എൻ്റെ തല്ലിപ്പൊളിയായ ഹിന്ദിക്കകത്ത് ഞാനിങ്ങനെ പറഞ്ഞു, യേശു പറഞ്ഞു നീ എൻ്റെ അടുക്ക് വരാമെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചോളാം. അവൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ കൊടുക്കുന്ന ഒരു ട്രാക്റ്റിനകത്തൂടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അന്ന് തൊട്ട് എനിക്ക് ട്രാക്റ്റ് കൊടുക്കുന്ന ഒരു ഹരമായി. എങ്ങനെയെങ്കിലും ഒരു മാർഗമെങ്കിലും ഉണ്ടാക്കി. ഇപ്പോഴത്തെ എൻ്റെ തീരുമാനമാണ്, 2017 എനിക്ക് 75 വയസ്സുണ്ട്. ഞാൻ ആഴ്ചയിലൊരിക്കൽ, ഇന്നും പോയിട്ട് ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ 100 ട്രാക്റ്റ് കൊടുക്കും. ആഴ്ചയിലൊരിക്കൽ ഒരു ദിവസം ട്രാക്റ്റ് കൊടുക്കും. ഒട്ടുമിക്ക സുവിശേഷകനും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കഴിയുമ്പോൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം. അങ്ങയുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ
പല മിഷണറി സംഘടനകൾക്കും അങ്ങ് കത്തെഴുതിയെങ്കിലും ആരും അങ്ങയെ ഉൾക്കൊള്ളുവാനോ കൂട്ടത്തിൽ ചേർക്കുവാനോ തയ്യാറായില്ല. അങ്ങനെ വളരെ നിരാശനായിരിക്കുന്ന സമയത്താണ് ഹിമാലയൻ മിഷണറി ആയിരുന്ന പാസ്റ്റർ PM തോമസിനെ അങ്ങ് കാണുന്നതും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങൾ അത് അങ്ങേക്ക് ലഭിച്ചതായി അങ്ങ് പറയുന്നുണ്ട്. സ്വതന്ത്രമായ ഒരു പ്രവർത്തനമാണ് നല്ലത് എന്നുള്ളൊരു ഉപദേശമാണ് പാസ്റ്റർ PM തോമസ് അങ്ങേക്ക് നൽകിയത്. ഇന്ന് കഴിഞ്ഞ 45 വർഷങ്ങളായി ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ സുവിശേഷ സംഘടന അങ്ങ് സ്ഥാപിച്ച ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമാണെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഏകദേശം 2850 കൂട്ടുവേലക്കാർ, ചെറുതും വലുതുമായ 10,000 സഭകൾ. ഇത് ഒരു മനുഷ്യർക്ക് സ്വപ്നം കാണുവാൻ പോലും കഴിഞ്ഞതല്ല. അതുകൊണ്ടാണ് BG അങ്കിൾ ഒരു അത്ഭുത മനുഷ്യനായി എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ മനസ്സിൽ എപ്പോഴും തോന്നുന്നത്. എനിക്കൊരു ചോദ്യം ചോദിക്കുവാനായിട്ടുള്ളത്, ഒരുപക്ഷെ അങ്ങ് ഏതെങ്കിലും ഒരു പ്രസിദ്ധമായ സംഘടനയോടുകൂടെ അല്ലെങ്കിൽ സഭയോടുകൂടെ ചേർന്നിരുന്നെങ്കിൽ ഇതുപോലെ വിശാലമായി പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നോ, അതോ സ്വതന്ത്രമായൊരു പ്രവർത്തനം ഏറ്റെടുത്തത് കൊണ്ടാണോ അങ്ങേക്ക് ഈ രീതിയിൽ വളരുവാനായി ഇടയായത്? ദൈവത്തിന് ഓരോരുത്തരെ പറ്റിയും വ്യത്യസ്തമായ ഉദ്ദേശ്യം, ലക്ഷ്യമാണുള്ളത്. ചിലരെ പറ്റി ക്രിസ്തീയ സിനിമ ഉണ്ടാക്കാൻ, ചിലരെ പറ്റി മാസിക നടത്താൻ, മറ്റു ചിലരെ പറ്റി ഒരു ബൈബിൾ സ്കൂൾ നടത്താൻ, മറ്റു ചിലരെ പറ്റി ഒരു പാസ്റ്ററാകാൻ. എൻ്റെ വിചാരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാട്ടുപ്രദേശത്ത് ജനിച്ചു, കോളേജ് വിദ്യാഭ്യാസം പരാജയമായി, മത്തായി മാഞ്ഞൂരാൻ്റെ അവിടെ പോയി കുറച്ച് പഠിച്ചു. ഇതൊക്കെ ട്രെയിനിങ് ആയിരുന്നതുപോലെ ദൈവത്തിനും എന്നെപ്പറ്റി ഒരു ഉദ്ദേശ്യം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് പാസ്റ്റർ PM തോമസിൻ്റെ ഒക്കെ പറഞ്ഞു, വർഗീസ് ബ്രദർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കണം. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ പോലും അദ്ദേഹം എൻ്റെ ഒക്കെ പറഞ്ഞില്ല. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരിക്കണം. ഞാൻ ഒരിക്കൽ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡുകാരുടെ ഞാൻ എല്ലാ ബൈബിൾ കോളേജിലും പോകും. മർത്തോമക്കാരുടെ ബൈബിൾ കോളേജ് പോകും, ബന്ധുക്കോസ്തുകാരുടെ ബൈബിൾ കോളേജ് പോകും, ബ്രദറുകാരുടെ ബൈബിൾ കോളേജ് പോകും, ബാപ്റ്റിസ്റ്റുകാരുടെ ബൈബിൾ കോളേജ് പോകും. എന്നെ ഏതെങ്കിലുമൊക്കെ ബൈബിൾ കോളേജുകാർ വിളിക്കാമെങ്കിൽ അവിടെ എല്ലാം പോയി ഞാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചലഞ്ച് ചെയ്യുന്ന മനുഷ്യനാണ്. അങ്ങനെ ഞാൻ പുനലൂരുള്ള ബൈബിൾ കോളേജിൽ പോയിട്ട് ചലഞ്ച് ചെയ്തു വടക്കേ ഇന്ത്യക്ക് പോകണം. അങ്ങനെ ഞാൻ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നത്തെ അവിടുത്തെ പ്രിൻസിപ്പലായിരുന്ന കുഞ്ഞുമ്മൻ സാർ പറഞ്ഞു, ഇന്ന് വൈകിട്ട് വർഗീസ് ബ്രദർ ഞങ്ങളുടെ കൺവെൻഷന് പ്രസംഗിക്കല്ല, സാക്ഷ്യം പറയാൻ. അപ്പോഴത്തേക്കാണ് അതിലേക്കൂടെ ഒരു സായിപ്പ് വന്നത്. അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ സ്റ്റബ്സ് എന്ന് പറയുന്ന സായിപ്പ് എന്നെ പരിചയപ്പെടുത്തി. സ്റ്റബ്സിൻ്റെ ഒക്കെ ചോദിച്ചു, അസംബ്ലീസ് ഓഫ് ഗോഡിൽ ചേരുന്നു, കാശ്മീരിൽ പോയി 10, 18, 12, 13 സഭകൾ സ്ഥാപിച്ചെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്കിതുവരെ വടക്കേ ഇന്ത്യയിൽ 13 സഭകളില്ല. വർഗീസ് ബ്രദർ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ചേരുന്നു. കുഞ്ഞുമ്മൻ സാർ ഉടനെ, ഞാൻ ഈ കഥ ദാവീദും 5 കല്ലും എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഉടനെ തന്നെ കുഞ്ഞുമ്മൻ സാർ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, വർഗീസിന് കുറച്ചുകൂടെ ചിന്തിക്കാൻ സമയം വേണമല്ലേ എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയരുതെന്ന് പറഞ്ഞാണ് എൻ്റെ അർത്ഥം. സാഹിബിൻ്റെ ഞാൻ അങ്ങനെ പറഞ്ഞങ്ങ് അയച്ചു. പിന്നീട് ഞാൻ രണ്ടുപേരും കൂടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, രാത്രിയിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചോദിച്ച, സാർ എന്താ എന്നെ നിരുത്സാഹപ്പെടുത്തിയത്? കാരണം ഞാനിന്ന് പട്ടിണി കിടക്കുന്ന സമയമാണ്. എൻ്റെ ചെരുപ്പ് കീറി, എൻ്റെ പാൻറ്റ് കീറി, എൻ്റെ ഷർട്ട് കീറി, എൻ്റെ ഭാര്യയ്ക്ക് ആവശ്യത്തിന് തുണിയില്ല, എൻ്റെ കുഞ്ഞ് പട്ടിണി കിടക്കുന്നു. അപ്പം ആരെങ്കിലും കൂടെ നിൽക്കുന്നെങ്കിൽ ഒരു സഹായമായിരിക്കും എന്ന് ഞാൻ സാറെന്താ നിരുത്സാഹപ്പെടുത്തിയത്? അദ്ദേഹം പറഞ്ഞു, ശ്രദ്ധിച്ചാട്ടെ വർഗീസെ, ദൈവത്തിന് വർഗീസിനെ പറ്റി വലിയ ഒരു പ്രതീക്ഷയുണ്ട്. വർഗീസ് അസംബ്ലീസ് ഓഫ് ഗോഡിൽ ചേർന്നാൽ അല്ലെങ്കിൽ വേറൊരു സംഘടനയിൽ ചേർന്നാൽ അവർ വർഗീസിന് വേലി കെട്ടും. ആ സ്റ്റേറ്റിൽ പോകാൻ പാടില്ല, അവിടെ ഞങ്ങൾക്ക് വേറെ വേലയുണ്ട്, ഈ സ്റ്റേറ്റിൽ പോകാൻ പാടില്ല. ദൈവത്തിന് വർഗീസിനെ പറ്റി, അപ്പോൾ എന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശ്യമായിരിക്കാം വടക്കേ ഇന്ത്യയെ മുഴുവൻ പാടുന്നു നിൽക്കുക. ഞാൻ മർത്തോമ സഭയിലായിരുന്നെങ്കിൽ, ഞാൻ പെന്തിക്കോസ്റ്റിലെ ഒരു സഭാ വിഭാഗത്തിലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഈ സ്വാതന്ത്ര്യം കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിന് എന്നെ പറ്റിയുള്ള ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, സുവിശേഷ വേലക്കാരെ, നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശ്യം മനസ്സിലാക്കി അത് പ്രവർത്തിക്കണം. PG വർഗീസ് പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കരുത്, വേറൊരു ദൈവദാസൻ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കരുത്. നിങ്ങളെപ്പറ്റിയുള്ള ഉദ്ദേശ്യം എന്താണ്? അനാഥശാല നടത്തുന്നതാണോ? അത് ചെയ്യണം. മാസിക നടത്തുന്നതാണോ? അത് ചെയ്യണം. ഒരു ബൈബിൾ കോളേജിൽ കഞ്ഞി വെക്കുന്നതാണോ? അത് ചെയ്യണം. അപ്പോൾ ദൈവത്തിന് എന്നെ പറ്റിയുള്ള ഉദ്ദേശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യകാലങ്ങളിൽ ഒരു സുവിശേഷ സംഘടന അങ്ങേക്കൊരു കത്തയച്ചു. ആ കത്തിൽ ബ്രദർ PG വർഗീസ് എന്നതിൻ്റെ ലെറ്ററിൽ അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ പേരിൽ ചേർത്തിരുന്നു. അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞിരിക്കുന്നത്, ആ കത്ത് വലിയൊരു ഡോക്ടറേറ്റ് കിട്ടുന്നതിനേക്കാൾ സന്തോഷത്തോടുകൂടെ ലില്ലി ആൻറ്റിയെ കൊണ്ട് കാണിച്ച്
ആ കത്ത് കുറേ ദിവസങ്ങൾ വളരെ ആദരവോടുകൂടി സൂക്ഷിച്ചു വെച്ചതായി അങ്ങ് എഴുതിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അങ്ങയെ ബഹുമാനത്തോടുകൂടെ PG അങ്കിളെന്ന് വിളിക്കുന്നു. പാസ്റ്റർ PG വർഗീസ് എന്ന് പലരും വിളിക്കുന്നുണ്ട്. ഡോക്ടർ PG വർഗീസ് എന്ന് വിളിക്കുന്നവരുണ്ട്. എന്നാൽ ബ്രദർ PG വർഗീസ് എന്നുള്ള ആ ഒരു വിളിക്ക് അങ്ങ് കൂടുതൽ ഒരു ഇഷ്ടം അതിൽ കാണിക്കുന്നതായി ഇതിലൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഉപദേശപരമായിട്ട് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നൊരു വിഷയമാണത്. ഇന്നത്തെ പാസ്റ്റർമാരെ ബ്രദർ എന്ന് വിളിക്കാമെങ്കിൽ അവർ പിണങ്ങും. വെറും പേര് ബില്ലിഗ്രാമിനെ ബില്ലിഗ്രാം എന്ന് വിളിക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു പാസ്റ്ററെ വെറും പേര് വിളിക്കാമെങ്കിൽ കുഴപ്പമാകും. ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ നോക്കിയപ്പോൾ ഞാൻ പെന്തിക്കോസ്തുകാരനാണോ? അല്ല. മർത്തോമക്കാരനാണോ? അല്ല. യാക്കോബക്കാരൻ. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ പേര് ഒരു പള്ളിയിലുമില്ല. യാക്കോബ് പള്ളിയിൽ എൻ്റെ വീട്ടുകാരെല്ലാം യാക്കോബക്കാരൻ. എൻ്റെ പേര് പോലും വെട്ടിക്കളഞ്ഞതാണ്. ഞാൻ അത്രയ്ക്ക് പേടിയായിരുന്നു. ഞാൻ വേദപുസ്തകം പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തെങ്ങും ഒരു ദൈവദാസനെയും റവറൻ്റെന്നോ പാസ്റ്ററെന്നോ വിളിച്ചായിട്ട് ഞാൻ കാണുന്നില്ല. പാസ്റ്ററുണ്ട്, ദാറ്റ്സ് എൻ ഓഫീസ്. അങ്ങനെ ഒരു പേര് വിളിക്കുന്നതായിട്ട് കാണുന്നില്ല. എഴുതുമ്പോൾ പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ തീർന്നു. പിന്നെ പറയുമ്പോഴൊക്കെ പൗലോസ്, പിന്നെ പറയുമ്പോൾ പത്രോസ്, പിന്നെ പറയുമ്പോൾ മർക്കോസ്, പിന്നെ പറയുമ്പോൾ ലൂക്കോസ്. പേര് മാത്രമേ പറയുന്നു. പിന്നെ എവിടെയെങ്കിലും പറയുന്നെങ്കിൽ സഹോദരൻ. അപ്പോൾ എൻ്റെ രോമാഞ്ചം, അന്നും ഇന്നും എൻ്റെ രോമാഞ്ചം. ഇപ്പോഴെനിക്ക് ഉപദേശം എന്ന് വിളിക്കുന്നതോട് ഇഷ്ടമാണ്. അപ്പോൾ ആരെങ്കിലും എന്നെ പാസ്റ്റർ എന്ന് വിളിച്ചാൽ എനിക്ക് പണക്കമുണ്ടോ? ഇല്ല. ഞാനൊരു പാസ്റ്റർ ഇല്ലയോ? അതെ. ഞങ്ങളുടെ സഭയിൽ 2 ലക്ഷം വിശ്വാസികളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സീനിയർ പാസ്റ്ററാണ്. അപ്പോൾ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത് തെറ്റാണോ? അല്ല. പാസ്റ്റർ എന്ന് വിളിക്കണമെന്ന് പറയുന്നത് ശരിയാണോ? ഞാനങ്ങനെ എൻ്റെ വേദപുസ്തകത്തിൽ കാണുന്നില്ല. വേറെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അങ്ങ് പറയുന്നത് പോലെ വിളിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ കാണുന്നില്ല. പക്ഷേ എന്നെ ബ്രദർ എന്ന് വിളിച്ചാൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും. ഞാൻ മരിച്ചു കഴിയുമ്പോഴും എന്നെപ്പറ്റി നിങ്ങൾ പറയുമ്പോൾ ബ്രദർ വർഗീസ് എന്ന് പറഞ്ഞാൽ മതി. ഐ വിൽ ബി വെരി ഹാപ്പി. 1972 സെപ്റ്റംബർ മാസം 23-ാം തീയതി പട്ടാള ജീവിതത്തോട് അങ്ങ് എന്നേക്കുമായി വിട പറഞ്ഞു. നമ്മൾ വിശുദ്ധ വേദോസം പരിശോധിച്ച് കഴിഞ്ഞാൽ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി തൻ്റെ ദാസന്മാരെ പേരെടുത്ത് വിളിക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗിദെയോനെ വിളിക്കുന്നുണ്ട്, ആമോസിനെ വിളിക്കുന്നുണ്ട്, പൗലൂസിനെ വിളിക്കുന്നുണ്ട്, അനേക ദൈവദാസന്മാരെ വിളിക്കുന്നുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുൻപ് കട്രയ്ക്ക് പോവുക എന്നൊരു ദൈവശബ്ദം അങ്ങ് കേട്ടതായി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതൊരു ആക്ഷരികമായി കേട്ടതാണോ അതോ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു പ്രചോദനമായിരുന്നു? ഞാൻ വാസ്തവത്തിൽ ദൈവം എന്നെ വിളിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആളുകൾ എൻ്റെ ചോദിച്ചിട്ടുണ്ട് ദൈവം വിളിച്ചിട്ടുണ്ടോ? ആദ്യകാലത്ത് എല്ലാവരും പറയാറുണ്ട് ദൈവം ഉണ്ടായിട്ട് പോയതല്ല. കാരണം അന്നത്തെ കാലത്ത് ആരും ഗവൺമെൻറ് ജോലി രാജിവെക്കത്തില്ല. 1971, 72 ആരും ജോലി രാജിവെക്കത്തില്ല. വളരെ ചുരുക്കം 1-2 പേരേ ഉള്ളൂ. ബാക്കി ആരും ജോലി രാജിവെക്കത്തില്ല. ആ സമയത്ത് ജോലി രാജിവെക്കുന്നു. 2, ഒരു തോട്ടം സൂപ്രണ്ടിൻ്റെ മകൻ ജോലിയൊക്കെ കളഞ്ഞും വെച്ച് കാശ്മീരിലെ ഒരു ഗ്രാമത്തിൽ പോയിട്ട് പട്ടിണി കിടക്കുന്നു, തോട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ അന്ന് കേട്ടിട്ടില്ലാത്ത കാര്യം. അപ്പോൾ ആളുകളുടെയൊക്കെ വിചാരം, എൻ്റെ പാസ്റ്ററിന് പോലും ആ സംശയം ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഫോറിനിൽ പോകാനൊക്കെയുള്ള ഒരു മാർഗം അന്വേഷിച്ചതാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കെൻ്റെ വിളി അറിയാമായിരുന്നു. അന്നും ഇന്നും എന്നെയോ എൻ്റെ മക്കളെയോ വിദേശ രാജ്യങ്ങൾ ആകർഷിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഗ്രാമങ്ങളാണ് ഞങ്ങളെ ആകർഷിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ജോലി രാജിവെച്ചു? ആളുകൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ദൈവം വിളിച്ചോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് രാജിവെച്ചു? ഞാൻ പറയാം. ഞാൻ താമസിക്കുന്ന പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് താമസിക്കുന്ന വീടിൻ്റെ കുറച്ചപ്പുറത്താണ് മെയിൻ റോഡ്, ജമ്മു ശ്രീനഗർ റോഡ്. അതിലെ കൂടെ രാവിലെ ഒരു 50 ബസ് പോവും, ഫുൾ ബസ്, എല്ലാ സീറ്റും ഫുള്ളാണ്. എല്ലാ ബസ്സും ശ്രീനഗറിലേക്ക് പോവാണ്, ടൂറിസ്റ്റ്. വൈകുന്നേരം അതെല്ലാം തിരികെ വരും. രാവിലെ അങ്ങോട്ടൊരു 500 പട്ടാളത്തിൻ്റെ ട്രക്ക് പോകും. വൈകുന്നേരം 500 ട്രക്ക് ഇങ്ങോട്ട് തരും. ഞാൻ ഇതിനകത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. ഈ ബസ്സിനകത്ത് ഈ പോകുന്ന ഈ 50 ബസ്സിൽ ഒരാൾ പോലും രക്ഷിക്കപ്പെട്ട ആൾ കാണത്തില്ല. 50 × 60 എത്രയായി? 3000 പേര് യാത്ര ചെയ്യുമ്പോൾ ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടില്ല. പട്ടാളക്കാർ ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടില്ല. അവരെല്ലാം എവിടെയാണ് പോകുന്നത്? ഞാൻ ചിന്തിച്ചാണ്. ഞാൻ ഫാനിൻ്റെ കീഴിലിരിക്കുന്നു. ചൂടുള്ള സമയത്ത് എൻ്റെ ഓഫീസിൽ ഹീറ്റർ എൻ്റെ വലത്തുവശത്താണ്, എൻ്റെ മുമ്പിലാണ് ഹീറ്റർ ഇരിക്കുന്നത്. എനിക്ക് വലിയ സ്ഥാനമാണ്. ഞാൻ കമാൻഡിങ് ഓഫീസറുടെ PA ആണ്. ആഴ്ചയിൽ 4 ദിവസം എനിക്ക് ഇറച്ചി സഹിതം ആഹാരം കിട്ടും. എനിക്ക് എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ ജനങ്ങൾ നരകത്തിൽ പോകുമ്പോൾ ഞാൻ ഫാനിൻ്റെ കീഴിലിരിക്കാൻ യോഗ്യനാണോ? ആഴ്ചയിൽ 4 ദിവസം ഇറച്ചി കഴിക്കാൻ ഞാൻ യോഗ്യനാണോ? അവരെപ്പറ്റി എനിക്കൊരു ചിന്ത വേണ്ടായോ? ആ ഭാരമാണ് ദൈവവിളി എങ്കിൽ എനിക്ക് ദൈവവിളിയുണ്ട്. ആ ഭാരമല്ല ദൈവവിളിയെങ്കിൽ എനിക്ക് വിളിയില്ല. ആ ഭാരമാണ് എൻ്റെ ദൈവവിളി. പിന്നത്തെ ചോദ്യമാണ് കട്ര. ഇല്ല, എനിക്കിഷ്ടമല്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു.
കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ഹിന്ദു ഭക്തന്മാർ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ ഏത് ഭാഷയിൽ മറുപടി പറയും? 10ാം ക്ലാസ് പഠിച്ച എൻ്റെ ഇംഗ്ലീഷ് വളരെ മോശമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മൈ മമ്മി ഈസ് എ ഗുഡ് കുക്കർ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കുക്കർ എന്ന് പറയുന്നത് ചോറുണ്ടാക്കുന്ന പാത്രത്തിൻ്റെ പേരാണെന്ന്. എൻ്റെ ഇംഗ്ലീഷ് വളരെ മോശമായിരുന്നു. ഹിന്ദിയോ അതതിലും മോശമാണ്. വേദപുസ്തകം വരിക്കാനോ ഇല്ല, എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എൻ്റെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന സമയത്ത്, വർഗീഷ്, ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് വർഗീഷ് ബ്രദർ കട്ടറായിക്ക് പോകണം. ഞാൻ എൻ്റെ പാസ്റ്റർ പറഞ്ഞത്, എൻ്റെ ലീഡർ പറഞ്ഞത് അനുസരിച്ചു. എനിക്കത് നന്മയായി തീർന്നു. 45 വർഷം മുൻപുള്ള ഹൈന്ദവരുടെ പുണ്യപുരാണ നഗരമായ കട്രയെക്കുറിച്ച്, അന്നത്തെ അവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. അന്ധകാരം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. എൻ്റെ വിചാരം എല്ലാ മതങ്ങളുടെയും പുണ്യഭൂമി എപ്പോഴും അന്ധകാരം നിറഞ്ഞതായിരിക്കും, അനാചാരം നിറഞ്ഞതായിരിക്കും. അന്നത്തെ കാലത്ത് അവിടെ തോട്ടികളുണ്ട്, കക്കൂസ് എഴുതുന്നു. ഒരാൾക്ക് മാത്രമേ കട്രായിൽ അന്ന് കക്കൂസുള്ളൂ. അവിടുത്തെ മെയിൻ പൂജാരിക്ക് മാത്രമേ ഉള്ളൂ. അവർ പോലും അതിനകത്ത് പോകത്തില്ല, ഒരു വെളിയിലേ പോകത്തുള്ളൂ. കക്കൂസിൽ പോകുന്നത് മോശമായിട്ടാണ് കണക്കാക്കുന്നത്. ആ കാലത്ത് പലർക്കും വെളിയിൽ കക്കൂസുണ്ട്. അപ്പം ഒരു തോട്ടി അവിടെ ചെന്നിട്ട്, തോട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഒരു കൊട്ടയ്ക്കകത്തോട്ട് 5-6 ചേമ്പലയോ വല്ലതും വെച്ചിട്ട് അവിടെ രാവിലത്തെ ആളുകൾ വെളിയിൽ പോകുന്ന മലം ഒരു വലിയ തവി വെച്ച്, ഈ ലോഹം കൊണ്ടുള്ള തവി വെച്ച് കോരി അതിനകത്ത് ഇട്ടിട്ട് തലയിൽ വെച്ചുകൊണ്ട് പോകും. അഥവാ ഒരു തോട്ടി അറിയാതെ അങ്ങോട്ട് കയറിപ്പോകുന്ന വഴിയിൽ ഒരുത്തൻ്റെ ഉണങ്ങാനിട്ടിരിക്കുന്ന വിറകയിൽ ചവിട്ടിപ്പോയാൽ ആ വിറക് പിന്നെ ആ മനുഷ്യൻ ഉപയോഗിക്കത്തില്ല. അത്രയ്ക്ക് അവരെ ഹീനജാതി, വിറക് പോലും അവർ ഉപയോഗിക്കത്തില്ല. അങ്ങനെ ഹീനജാതിയായിട്ട് കണക്കാക്കുന്നത്. ഞാനവിടെ ചെന്ന് എൻ്റെ 3ാമത്തെ ദിവസം പോയിട്ട് കുറച്ച് അരിയൊക്കെ വാങ്ങിച്ചു. പുസ്തകം വയ്ക്കുമ്പോഴാണ് എൻ്റെ വരുമാനം പുസ്തകം വയ്ക്കുന്ന. ഞാൻ ബസ്സിന് ചുറ്റും നടന്നുകൊണ്ട് പറയും, 5 കിതാബ് 25 പൈസ, ശാന്തി മിലേഗ, മുझे मिला आपको भी मिलेगा. 5 പുസ്തകം 25 പൈസ, സമാധാനം കിട്ടും, എനിക്ക് സമാധാനം കിട്ടി. അപ്പോൾ ബസ്സിന് ചുറ്റും ഇങ്ങനെ നടന്ന് വയ്ക്കും. 10-12 രൂപയുടെ പുസ്തകം വിറ്റാൽ ഒരു ദിവസത്തെ ചിലവ് കിടക്കും. 3ാമത്തെ ദിവസം ഞാനൊരു കടയിൽ ചെന്നു. ആദ്യത്തെ ദിവസം ചെന്ന് വാങ്ങിച്ചായിരുന്നു. 3ാമത്തെ ദിവസം ചെന്ന് വാങ്ങിച്ചു. അയാളുടെയൊക്കെ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ പുതുതായിട്ട് വന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണോ? ഞാൻ പറഞ്ഞു അല്ല. അത് പിന്നെ ഇവിടെ വന്ന തീർത്ഥാടകനാണോ? ഞാൻ പറഞ്ഞു അല്ല. പിന്നെ നിങ്ങളാരാ? ഞാൻ പറഞ്ഞു യേശുവിനെ പറ്റി പറയുന്നു. ഓഹോ, ഇന്ന് തന്നതിരിക്കട്ടെ, നാളെ തൊട്ടിങ്ങോട്ട് വരണ്ട. അപ്പോൾ സാധനങ്ങളൊക്കെ പറഞ്ഞൊക്കെ അവരെടുത്തു. അവർ സാധനങ്ങളൊക്കെ താഴെ വെച്ചു. എൻ്റെയൊക്കെ പറഞ്ഞ് താഴെ നിന്ന് എടുത്താട്ടെ, എന്നിട്ട് എൻ്റെയൊക്കെ പറഞ്ഞ് പൈസ തന്നാട്ടെ, ഞാൻ പൈസ കൊടുക്കാം, താഴെ ഇട്ടാട്ടെ. അവിടെ ഒരു ചാക്ക് വിരിച്ചിട്ടുണ്ട്. ആ ചാക്കയിൽ ഞാൻ ഇട്ട് കൊടുത്തു. അവർ ചാക്കയിൽ നിന്ന് എടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോലും വാങ്ങിക്കാത്ത കാലം. അടുത്ത ദിവസം എൻ്റെ ഒക്കെ പറഞ്ഞ് ഇവിടെ വരണ്ട, താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം ആ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കടയുണ്ട്, അവിടെ പോയി സാധനം വാങ്ങിക്കണം. അന്ന് താഴ്ന്ന ജാതിക്കാരന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഒരു ഹോട്ടലിൽ നിന്ന് കൊടുക്കത്തില്ല, ഹോട്ടലിൽ നിന്ന് ചായ കൊടുക്കത്തില്ല. അങ്ങനെ താഴ്ന്ന ജാതിക്കാരെ, ജാതി സ്പർദ്ധയുണ്ടായിരുന്ന കാലത്ത് അവിടെ പോകുവാൻ ദൈവം എൻ്റെ പാസ്റ്ററിലൂടെ, ചികിത്സക്കാരനായ പാസ്റ്ററിലൂടെ സംസാരിച്ചു. അവിടെ പോയി അതെന്തായാലും നന്മയായി എന്ന് ഞാൻ കരുതുന്നു. ഞാൻ സാധു സുന്ദർ സിംഗിൻ്റെ ജീവചരിത്രം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഹിമാലയ പർവ്വതത്തിൻ്റെ അടുത്തുള്ളതായ താഴ്വരകളിലൂടെയും പർവ്വതങ്ങളിൽ കൂടിയൊക്കെ നടക്കുന്നതായി വായിച്ചിട്ടുണ്ട്. അങ്ങയുടെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളിലും അങ്ങയുടെ ആദ്യകാല ജീവിതവും പർവ്വതങ്ങളുമായി വലിയ ബന്ധമുണ്ട്. ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ഇത് കേൾക്കുന്ന പല ക്രൈസ്തവർക്കും പർവ്വതങ്ങളിലൂടെയുള്ളതായ ഒരു സുവിശേഷ പ്രവർത്തനം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. പർവ്വതങ്ങളിലൂടെ അക്കാലത്തുള്ള അങ്ങയുടെ ആ സുവിശേഷ പ്രവർത്തനം, അത് ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലൊന്ന് ചെറുതായി ഒന്ന് വിശദീകരിക്കാം. സാധു സുന്ദർ സിംഗിൻ്റെ പ്രവർത്തനവും എൻ്റെ പ്രവർത്തനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, എന്നാൽ കുറച്ച് സാമ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പർവ്വതം കണ്ടപ്പോഴാണ് ദൈവവിനെ പറ്റി എനിക്കൊരു ഭാരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പർവ്വതത്തിൽ യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്തതുകൊണ്ട് പറയണമെന്ന് എനിക്കൊരാഗ്രഹം. ഞാൻ കട്രായിൽ പ്രവർത്തിച്ചു. 6ാമത്തെ മാസത്തിൽ 18 പേര് സ്നാനപ്പെട്ടു. അടുത്ത മാസത്തിൽ 18 പേര് സ്നാനപ്പെട്ടു. അതിനടുത്ത മാസത്തിൽ 18 പേര് സ്നാനപ്പെട്ടു. അതിനടുത്ത മാസത്തിൽ 76 പേര് സ്നാനപ്പെട്ടു. അപ്പം 100 ചില്ലുവാനും വിശ്വാസികളായി. എൻ്റെ സഭയുടെ വരുമാനം വർദ്ധിച്ചു. എനിക്ക് വേണമെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാം. പക്ഷേ ഞാൻ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് പിന്നെയും പർവ്വതങ്ങളിൽ അവിടെ വെളിച്ചം എനിക്ക് കാണുവാൻ കഴിഞ്ഞു, തീനാളങ്ങൾ കാണുവാൻ കഴിഞ്ഞു. എൻ്റെ ഹൃദയത്തിനകത്തൊരാഗ്രഹം, എടാ ഇവിടെ ഉള്ളവർ രക്ഷിക്കപ്പെട്ട എനിക്ക് കാണാൻ കഴിയുന്ന എല്ലാ വീടുകളിലും ഞാൻ ആദ്യത്തെ 1 വർഷത്തിൽ തന്നെ പോയി സുവിശേഷം പറഞ്ഞു.
കാണാൻ കഴിയുന്ന ആ പർവ്വതത്തിലുള്ള വീടുകൾ. പക്ഷേ അതിനപ്പുറത്തെ പർവ്വതത്തിലും അതിനപ്പുറത്തെ പർവ്വതത്തിലും വീടുകളുണ്ട്, അവർ കേൾക്കണ്ടായോ? അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ ഈ പർവ്വതങ്ങളിലേക്ക് പോകും. ഇനിയും പറയാം, പർവ്വതത്തിൻ്റെ പള്ളവാരങ്ങളിൽ, ബേസിൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, അതിൻ്റെ പള്ളവാരങ്ങളിൽ അവിടെയൊക്കെ തടാകത്തിൽ അവിടെയൊക്കെ വീടുകളുണ്ട്. നല്ല മണ്ണുള്ളിടത്ത് മഴക്കാലത്ത് വെള്ളം ഒലിച്ചു വരുന്നിടത്ത് 3 വീട്ടുകാർ, അപ്പുറത്തോടത്ത് 5 വീട്ടുകാർ, അവിടെ ഒരിടത്ത് 7 വീട്ടുകാർ, അവിടെ ഒരിടത്ത് 10 വീട്ടുകാർ, അങ്ങനെ വീട്ടുകാരുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിൽ പോയി സുവിശേഷം പറയുന്നത് എനിക്ക് അന്നും ഇന്നും ഒരു ഹരമാണ്. ഈ വർഷത്തിൽ ഞാൻ വീണ്ടും പോവുകയാണ്, ഞാനും ലില്ലിയും കൂടെ വീണ്ടും പോവുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ ഞാനും ലില്ലിയും എൻ്റെ മൂത്ത മകനും അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളുമായിട്ട് ഞാൻ പോയിരുന്നു. വീണ്ടും പോവുകയാണ്. ഇന്ന് ബസ്സിൽ പോകാം, കാറിൽ ജീപ്പിൽ പോകാം, അന്ന് നടന്നു പോകണം. ഞാൻ അവിടുന്ന് റിയാസി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നു. റിയാസി വരെ പോകാൻ 75 പൈസ, അവിടുന്ന് 25 പൈസ പിന്നെയും കൊടുക്കണം. അതില്ലാത്തത് കൊണ്ട് നടന്നു പോയിട്ട് 1, 2, 3 പർവ്വതം കയറി ചെന്നപ്പോൾ ഒരു 5-6 വീടുകളുണ്ട്. അവരൊക്കെ ചെന്ന് നമ്മൾ ചോദിച്ചാൽ അവർ താമസം തരും. ഇന്ന് താമസം തരാൻ പ്രയാസമാണ്, താമസം തരും, വൈകിട്ട് ആഹാരം തരും. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചു. 3-4 ദിവസം താമസിച്ചു, സുവിശേഷം പ്രസംഗിച്ചു. എന്നിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. അടുത്ത ഗ്രാമം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പർവ്വതം കഴിയുമ്പോഴായിരിക്കും. അവിടെ ചെന്ന് താമസിച്ചു. 3-4 ദിവസം സുവിശേഷം പറഞ്ഞു. ഞായറാഴ്ച തിരികെ വരും, കാരണം എൻ്റെ സഭയിൽ മീറ്റിംഗ് നടത്തണം. അങ്ങനെ ഞാൻ 1 മാസം മുഴുവൻ യാത്രയിലായിരിക്കും. ഈ പർവ്വതത്തിലെ ഗ്രാമങ്ങളിലെല്ലാം പോയിട്ട് ഈ ഗ്രാമങ്ങളിൽ 3, 4, 5 വീടുകളിൽ പോയിട്ട് സുവിശേഷം പറയാനുള്ള ഭാഗ്യമുണ്ടായി. കുറച്ച് നാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു അമ്മച്ചി രക്ഷിക്കപ്പെട്ടു. ആ അമ്മച്ചിയെ അവിടുത്തെ അമ്പലത്തിലെ കുളത്തിൽ സ്നാനപ്പെടുത്താനുള്ള വലിയ ഭാഗ്യം സ്വർഗസ്ഥനായ ദൈവം എനിക്ക് തന്നു. പിന്നെ ഒരിക്കൽ ഒരു സംഭവം കൂടെ ഓർമ്മ വരുന്നു. ഒരു സ്ത്രീ, മുതാബു എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ബന്ധുക്കളെ കാണാൻ കട്ടറായി വന്നു. അവർക്ക് സുവിശേഷം കിട്ടാൻ വലിയ താല്പര്യം. അടുത്ത വീട്ടിലോട്ട് ഞാൻ പോയപ്പോൾ അപ്പം ഞാൻ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ട്രാക്ട് കൊടുക്കും, ചോറുണ്ണാനൊക്കെ വരും. 5 മണിക്ക് 4 മണിക്ക് തിരികെ വന്നിട്ട് ഞാനും ലില്ലിയും കൂടെ ചായ ഉണ്ടെങ്കിൽ കുടിച്ചിട്ട് 5 വീടുകളിൽ പോയി സുവിശേഷം പറയും. വീടിനകത്ത് കയറാനൊക്കത്തില്ല, കാരണം ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ്, ക്രിസ്ത്യാനികൾ അവിടെ താഴ്ന്ന ജാതിക്കാരാണ്. അതുകൊണ്ട് മുറ്റത്ത് നിൽക്കും, പാട്ട് പാടും, ആളുകൾ ഇറങ്ങി വരുമ്പം ചില സുവിശേഷം പറയും, എൻ്റെ സാക്ഷ്യം പറയും. അങ്ങനെ അവർക്ക് ഇഷ്ടം തോന്നിയിട്ട് അവർ അടുത്ത വീട്ടിലും വന്നു, അതിനടുത്ത വീട്ടിലും വന്നു. 10-18 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കിത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു, യേശു എൻ്റെ ദൈവമാണ്, അതുകൊണ്ട് യേശു ആയി തൊട്ട് ദൈവം, ഞാൻ യേശുവിനെ ആരാധിക്കാൻ പോവുക. ഞാനും എൻ്റെ വീട്ടിലോട്ട് തിരികെ പോവുക. ഞാൻ പറഞ്ഞു, അങ്ങനെ പോകരുത്, സ്നാനപ്പെടണം. അതെന്തുവാ? സ്നാനത്തിൻ്റെ ക്ലാസ് എടുത്തു. അവർ ആദ്യത്തെ സ്നാനമാണ്. അവർ ചോദിച്ചു, എന്നാ സ്നാനം, എന്നാൽ ഇപ്പോൾ സ്നാനം എന്താ? പറഞ്ഞു, അയ്യോ ഭയങ്കര തണുപ്പ്, ഐസ് വീഴുന്നു. ഞാനൊരു ഡേറ്റൊക്കെ ഞാൻ കൊടുത്തു, ഏപ്രിൽ മാസം 6-ാം തീയതി വരണം. അവർക്ക് 6 അറിയത്തില്ല, 7 അറിയത്തില്ല, 8 അറിയത്തില്ല, ഏപ്രിലും അറിയത്തില്ല, മെയ് മാസവും അറിയത്തില്ല. അതുകൊണ്ട് ഞാനൊരു കടലാസ് എടുത്തു, അതിനകത്ത് വരച്ചു കൊടുത്ത് ഫെബ്രുവരി മാസമായിരുന്നു. 1, 2, 3, 4, 30. അടുത്ത ദിവസം 1, 2, 3, 4, 5, 6. എന്നിട്ടൊരു പെൻസിലും കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് ടിക്ക് ചെയ്യണം. എന്നിട്ട് ഈ 5 എന്ന് പറയുമ്പോഴത്തേക്ക് വട്ടം വരയ്ക്കുമ്പോൾ ഇഞ്ഞ് വരണം. അവർ 4-ാം തീയതി കഴിഞ്ഞ് വന്നു. ഞാൻ ചോദിച്ചു, എന്താ ഈ 4-ാം തീയതി വന്നേ? അവർ പറഞ്ഞു, എനിക്കൊരു സംശയം, ഒരു ദിവസം ഞാൻ വെട്ടിക്കളയാൻ മറന്നുപോയതാണോ, വന്നാൽ ഇനി സ്നാനമില്ലെങ്കിലോ. അവർക്കറിയത്തില്ല എന്ത് വേണമെങ്കിലും സ്നാനപ്പെടുത്താമെന്ന്. ഞാനവരെ സ്നാനപ്പെടുത്തി. ഞങ്ങളുടെ മുറ്റത്ത് പാസ്റ്ററാ സ്നാനപ്പെടുത്തി, ഞങ്ങളുടെ പാസ്റ്റർ സ്നാനപ്പെടുത്തി, ഞങ്ങൾ 2 പേരും കൂടെ സ്നാനപ്പെടുത്തി. എന്നിട്ട് വരാന്തയിൽ മീറ്റിംഗ് നടത്തുകയാണ്. ആ സ്ത്രീ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാൻ അനുവാദം തരാമോ? പറഞ്ഞു തരാം. അവരെഴുന്നേറ്റെന്ന് പറഞ്ഞു, നിങ്ങൾ സുവിശേഷം പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു, പക്ഷേ എനിക്ക് 5-6 ആൺപിള്ളേരുണ്ട്, അവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല, വന്ന് സുവിശേഷം പറയണം, വരാമോ? ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ അവിടെ ചെന്നു. അവർക്ക് ഭയങ്കര സന്തോഷം, മക്കൾക്കും സന്തോഷം. അടുത്ത മാസത്തിൽ ചെന്നപ്പോൾ മക്കൾ ചിന്തിച്ചു, ഞങ്ങളുടെ വിധവയായ അമ്മയെ കാണാനായിട്ട് ഇയാൾ 30 കിലോമീറ്റർ നടന്നു വന്നെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഏതാണ്ടൊരു ദുരർത്ഥമുണ്ട്. അവരെന്നെ കൊല്ലാൻ പ്ലാനിട്ടു. രാവിലെ ഞാൻ പല്ല് തേക്കുകയാണ്, കുളത്തിൻ്റെ ഇടയ്ക്ക് ചെന്ന് അവിടെ കാടനങ്ങുന്നു. ഞാൻ വിചാരിച്ചു വല്ല പന്നിയോ വല്ലതും ആയിരിക്കും. നോക്കിയപ്പോഴായി സ്ത്രീ, അവർ കാടൊക്കെ അകറ്റിക്കൊണ്ട് പറഞ്ഞു, ഓടി രക്ഷപ്പെട്ടു, ഞങ്ങളുടെ മക്കൾ താണ്ട വെട്ടുകത്തി ഷാർപ്പൺ ചെയ്യുക വെട്ടിക്കൊല്ലാനായിട്ട്. ഞാൻ തിരിച്ചു ഓടിച്ചെന്ന് എൻ്റെ ബൂട്ട് എടുത്തിട്ടു, എൻ്റെ ബാക്ക് പാക്ക് എടുത്ത്, പട്ടാളത്തിലെ ബാക്ക് പാക്ക് ഉണ്ടായിരുന്നു, അതും എടുത്തുകൊണ്ട് ഓടി. അവരെൻ്റെ പുറകെ വന്നു, അവരെന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടു. ചുരുക്കത്തിൽ പറയട്ടെ, അടുത്ത ആഴ്ചയിൽ എന്നെ കൊല്ലാൻ ഓടിച്ചതിനകത്തെ ഒരാളിനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. ആ ഒരു മനുഷ്യനെ അടുത്ത മാസത്തെ സ്നാനപ്പെടുത്താൻ പോകാൻ, അന്ന് സ്നാനപ്പെടാതിരുന്ന ഒരു മനുഷ്യൻ, കപ്പടാമേശക്കാരൻ ഗുണ്ട, അവനെ സ്നാനപ്പെടുത്താൻ പോവുകയാണ് അടുത്ത മാസത്തെ. പർവ്വതം ഇന്നും എന്നെ ആകർഷിക്കുന്നു. പർവ്വതത്തിൽ പോകുന്നത് ഇന്നും എനിക്ക് ഹരമാണ്.
പർവ്വതങ്ങളിലെ ഗ്രാമങ്ങളിലുള്ള നിരക്ഷരകുഷികളായിരുന്ന ഗ്രാമീണരുമായി സംവദിക്കുമ്പോൾ ഭാഷ അങ്ങേക്കൊരു വിഷയമായിരുന്നില്ലേ? അവരുടെ ഭാഷ ഡോഗ്രിയാണ്, എൻ്റെ ഭാഷ പട്ടാളത്തിൻ്റെ ഹിന്ദിയാണ്. പക്ഷേ ഒരു ദിവസം ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ലില്ലിയും കൂടെ ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോയി. അപ്പോൾ മുറ്റത്ത് നിൽക്കണം, പാട്ട് പാടണം. ഞങ്ങൾ പാട്ട് പാടി ജപ്സെ, എനിക്ക് നല്ലപോലെ പാടാൻ അറിയാം കേട്ടോ, നല്ല ട്യൂണാണ്. കാളയും പശുവൊക്കെ ഓടിപ്പോകുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് പാട്ട് പാടി ജപ്സെ പ്യാരാ യേശുവായാ മേ. അപ്പോൾ സ്ത്രീകൾ വന്നിട്ട് ജനൽ തുറന്നിട്ട് നോക്കി. കീ കീ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അവരുടെ ഡോഗ്രി ഭാഷ. ഞാൻ ചോദിച്ചു, ഇവിടെ പുരുഷന്മാർ വല്ലവരും ഉണ്ടോ? അവർ ചോദിച്ചു കീ. ഞാൻ പറഞ്ഞു മീശക്കാരും അല്ല, എന്നെപ്പോലുള്ളവരുണ്ടോ? കീ. എനിക്കറിയാവുന്ന ഭാഷയൊക്കെ ഞാൻ പറഞ്ഞു, MAN മാൻ മാൻ. അവർക്കിതൊന്നും അറിയത്തില്ല. അവസാനം ഞാൻ പറഞ്ഞു മീശയുള്ളവരുണ്ടോ? അവർ പറഞ്ഞു ഉണ്ട്. എന്താ കാര്യം? ഞാൻ പറഞ്ഞു പ്രാർത്ഥന, ചങ്കായി, അതൊക്കെ അവർക്ക് പിടികിട്ടി. പ്രാർത്ഥിക്കുമ്പോൾ സുഖമാവും. അവർ പറഞ്ഞു നിന്നാട്ട്. ഞാനും ലില്ലും കൂടെ അവിടെ നിൽക്കുക. അവർ അപ്പുറത്തൂടെ പോയി. എന്നിട്ട് ഒരു സ്ത്രീ കയറും പിടിച്ചുകൊണ്ട് വരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ അവിടെ ഭർത്താവ് ഭ്രാന്തനോ വല്ലതും ആയിരിക്കും കെട്ടി വലിച്ചുകൊണ്ട് വരിക. ഞാനിങ്ങനെ നോക്കുമ്പോൾ അവർ എരുമയും വലിച്ചുകൊണ്ട് വരികയാണ്. ഞാൻ പുരുഷെന്ന് പറഞ്ഞത് അവർ കേട്ടത് ബയസെന്നാ. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ, നീ എന്നെ എവിടെ അയച്ചത്? എനിക്ക് അവരുടെ ഭാഷ അറിയത്തില്ല, അവർക്ക് എൻ്റെ ഭാഷ അറിയത്തില്ല, സഹായിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അവർ വന്നു. എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു എരുമയ്ക്ക് വയറ്റിളക്കാം. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ച് സുഖമായി. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഭാഷ എടുക്കണം. അതുകൊണ്ട് അന്ന് തൊട്ട് ഞാൻ ഹിന്ദിക്കാരുടെയൊക്കെ പറയുമ്പോൾ ഹിന്ദിക്കാർക്ക് മനസ്സിലാവും, പഞ്ചാബികളുടെയൊക്കെ പറയുമ്പോൾ പഞ്ചാബിക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് ഹിന്ദിയാണ്, പക്ഷേ അവർക്കെല്ലാം മനസ്സിലാവും. ഡോഗ്രിക്കാർക്ക് ഡോഗ്രിയും മനസ്സിലാവും. ദൈവമാണെന്ന് എനിക്കൊരു ഇപ്പം ഞാൻ പറയുന്ന അച്ഛനും മനസ്സിലാവുന്നില്ലയോ എന്ന് പറഞ്ഞതുപോലെ ദൈവം എനിക്ക് അന്ന് തന്ന ഒരു കൃപയാണ്. ഞാൻ പറയുന്ന ഭാഷ ആളുകൾക്ക് മനസ്സിലാവും, സാഹിബ്മാർക്കും എൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാവും. പ്രിയപ്പെട്ട ബിജിയങ്ങളുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായ അതിപ്രധാനമായ പല കാര്യങ്ങളുമായി നാം തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെയും സർവശക്തനായ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.